ക്യാരറ്റ് വെച്ചിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കുടിച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല ചൂട് കാലമല്ലേ, നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിൽ ക്യാരറ്റും ഇരിപ്പും ഉണ്ടാവും. അപ്പം ഈ ക്യാരറ്റ് വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ടൊന്ന് കുടിച്ച് നോക്കട്ടോ. ശരീരം നല്ല രീതിയിൽ തണുക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അത് മാത്രമല്ലാണ്ട് വളരെ ഹെൽത്തി ഡ്രിങ്കും ഉണ്ട് ഇത്. അപ്പം വൈറ്റമിൻ എ ഒക്കെ ഒരുപാട് അടങ്ങിക്കുന്ന ഒന്നല്ല ഈ ക്യാരറ്റ്. കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കാനൊക്കെ ആയിട്ടും അത് മാത്രമല്ലാണ്ട് സ്കിന്ന് ഗ്ലോ ആവാനായിട്ട് അടിപൊളി മിൽക്ക് ഷേക്ക് ആണിട്ടത്. അപ്പം ഉച്ചയ്ക്ക് ടൈമിലൊക്കെ നല്ല ചൂട് ടൈമിലൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കി കുടിച്ച് നോക്ക്. നമ്മൾ പിള്ളേരൊക്കെ പച്ചക്കറി കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ക്യാരറ്റും കാണുമ്പോൾ ഓടുന്ന പിള്ളേർ. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ പിള്ളേർ പാത്രം കലയിക്കണം അറിയത്തില്ല കേട്ടോ, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ ഈ ക്യാരറ്റ് ഒന്ന് തൊലി കളഞ്ഞ് ചീമ്പി എടുത്തിട്ട് വട്ടം നുറുക്കിയിട്ടിട്ട് മിക്സിയുടെ അല്ല, കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം എടുത്ത് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. വേവിച്ചെടുത്തിട്ട് അടിക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചിയാണ് കേട്ടത്. അപ്പം ഒന്ന് ഞാനിപ്പോൾ ഒരു 4ഓളം വിസിലടുപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തു. ഈ വേവിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ക്യാരറ്റ് വെന്ത വെള്ളം, ആ വെള്ളം കളയണ്ട കേട്ടോ. അപ്പോൾ ആ വെള്ളത്തെ പടി മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം കൊട്ടുക കേട്ടോ. ചൂടിനോടെ കൊട്ടരുത്, ചൂടാറിയതിന് ശേഷം കൊട്ടുക. എന്നിട്ട് ഇതിലേക്ക് കട്ട പാൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തിളപ്പിച്ചാറി വെച്ചേക്കുന്ന പാലില്ലേ, അത് നല്ല തണുക്കനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്ത് ഒഴിച്ചാലും മതി. അതല്ലെങ്കിൽ തിളപ്പിച്ചാറി വെച്ചേക്കുന്ന പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടിയാക്കിയിട്ട് എടുത്തിട്ടാലും മതി. എങ്ങനെ എടുത്താലും നല്ല തണുത്ത പാലുണ്ടെങ്കിൽ എടുത്ത് ഒഴിച്ചു കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക കേട്ടോ. ബ്ലഡ് ഉണ്ടാവാനായിട്ട് നല്ലതാണ്, രക്തം ശുദ്ധീകരിക്കാനായിട്ട് നല്ലതാണ്. അടിപൊളി ഡ്രിങ്കാണ് ഇത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ പീരീഡ്സ് ടൈമിലൊക്കെ വയറുവേദന ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തു നോക്കിക്കോ. പാല് തിളപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കതിനകത്തേക്ക് 2 ഏലക്ക ചതച്ചിട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ കാരണം. നല്ല രുചിയാണ് കേട്ടോ ഈ ഏലക്ക കൂടി ഇതിനകത്തേക്ക് ചതച്ചിട്ട് കഴിയുമ്പം ഇതിൻ്റെ സ്വാദം തന്നെ ഒരു വേറെ ലെവലായിരിക്കും. അപ്പോൾ 2 ഏലക്ക ചതച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല ഐസ് വാട്ടർ കേട്ടോ ഞാൻ എടുത്ത് ഒഴിക്കുന്നത്. അപ്പോൾ ഈ കട്ടപ്പാൽ ഞാനിപ്പോൾ എടുത്ത് ഒഴിച്ചേക്കുന്നത് ഒരു ഫുള്ള് കട്ടപ്പാലില്ല, അര ലിറ്ററിൻ്റെ കട്ടപ്പാലിൻ്റെ പകുതി ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഞാൻ വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1.5 ഗ്ലാസ്സോളം വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തം 4 ഗ്ലാസ്സോളം കിട്ടും കേട്ടോ ഈ ഷേക്ക്. അപ്പം ഇതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളിങ്ങനെ അടിച്ചെടുത്തോ. അപ്പം നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ ഒന്ന് തണുപ്പിച്ചിട്ട് നമ്മൾ ആ പാലും ഒക്കെ കൂടി തണുത്ത് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് ഉച്ച ടൈമിലൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് നല്ലൊരു ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടുകയും ചെയ്യും, ദാഹവും മാറും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്ക്. അതായത് ഇതുപോലെ എടുത്തിട്ട് ഒഴിച്ചിട്ട് നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പം വേണമെങ്കിൽ ഒരു കാണാനൊക്കെ ലുക്കിന് വേണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇത്തിരി കാഷ്യൂ നട്ട്സൊക്കെ ഒന്ന് തൂളിയിട്ടൊക്കെ കൊടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ കാണാൻ ലുക്ക് ഉണ്ടാവും, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ലൊരു ഹെൽത്തിയാണ്. അപ്പം ഉണ്ടാക്കി നോക്കുക. പിള്ളേർക്കൊക്കെ ഇങ്ങനെ കാണിച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. കാരണം നല്ല ഒന്നും പറയാനില്ല, വളരെ ശരീരത്തിന് നല്ലൊരു ഗുണം ചെയ്യുന്ന ഒരു ഷേക്കാണ്. വൈറ്റമിൻ എ ഉണ്ട്, കണ്ണിന് നല്ലതാണ്, ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കിട്ടും, രക്തം ശുദ്ധീകരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, കഴിച്ച് നോക്ക്. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാം അവരവരിലൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോ പേജ് ഫോളോ കൂടി ചെയ്ത് വെക്കട്ടാ. ബൈ.